വളരെ ബുദ്ധിപൂർവ്വം നമ്മൾ നീങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു സാധനമാണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പേഴ്സണലി കമ്പനീസ് ക്രെഡിറ്റ് കാർഡ് തരും, ബാങ്ക്, അതുപോലെ സ്ഥാപനങ്ങൾക്ക് തരുന്ന ഒരു ഫീച്ചറാണ് ഓവർ ഡ്രാഫ്റ്റ്. നമ്മുടെ അക്കൗണ്ടിലുള്ള കാശിനപ്പുറം നമുക്ക് കാശ് എടുക്കണം എങ്കിൽ അത് നമുക്ക് ഓവർ ഡ്രാഫ്റ്റ് നിന്ന് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഓവർ ഡ്രാഫ്റ്റിന് പൊതുവേ ഒരു എമൗണ്ട് ഉണ്ട്. ഉദാഹരണത്തിന് 10 ലക്ഷം ആണെങ്കിൽ നിങ്ങളുടെ കമ്പനിക്ക് അപ്രൂവ് ചെയ്തിട്ടുള്ള ഓവർ ഡ്രാഫ്റ്റ് 10 ലക്ഷം ആണെങ്കിൽ ആ 10 ലക്ഷം നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. 10 ലക്ഷം ആവുന്നവരെ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. അത് വിഡ്രോ ചെയ്യാൻ പ്രത്യേകിച്ച് സമയപരിധികൾ ഒന്നുമില്ല. ലോൺ പോലെ ഓരോ മാസമൊന്നും ഒരുമിച്ചൊന്നും അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് പൈസ ആവശ്യമുള്ള സമയത്ത് നിങ്ങൾക്ക് ഈ പല തുകകളായിട്ട് വിഡ്രോ ചെയ്യാം. അത് 1000 ആയിട്ട് വിഡ്രോ ചെയ്യാം, 1 ലക്ഷമായിട്ട് വിഡ്രോ ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുള്ള എമൗണ്ട് ഓവർ ഡ്രാഫ്റ്റിൽ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഈ ഓവർ ഡ്രാഫ്റ്റിന് വിഡ്രോ ചെയ്യുന്ന പൈസ തിരിച്ചും അടയ്ക്കും. ഓവർ ഡ്രാഫ്റ്റിന് ഡെയിലി ഇൻട്രസ്റ്റ് ആണ്, ഡെയിലി വെച്ചാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വിഡ്രോ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ വേഗം തിരിച്ചടയ്ക്കുകയും വേണം. തിരിച്ചടയ്ക്കുമ്പോൾ നിങ്ങൾ 10 ലക്ഷത്തിൽ 9 ലക്ഷം വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 1 ലക്ഷം തിരിച്ചടയ്ക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ 8 ലക്ഷം ഉണ്ട്, നിങ്ങളുടെ ബാലൻസ് 1 ലക്ഷത്തിൽ നിന്ന് 2 ലക്ഷമായിട്ട് മാറും. അങ്ങനെ നിങ്ങൾ തിരിച്ചടയ്ക്കും തോറും നിങ്ങളുടെ ബാലൻസ് വീണ്ടും ഫില്ലപ്പായി നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് വരും. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുവിധപ്പെട്ട സ്മോൾ ബിസിനസ് ഓണേഴ്സിനൊക്കെ ഓവർ ഡ്രാഫ്റ്റിനെ കുറിച്ച് അറിയാവുന്നതായിരിക്കും. അതായത് ലോണൊന്നും എടുക്കാതെ തന്നെ നിങ്ങളുടെ അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് ബിസിനസ് നടത്തിക്കൊണ്ട് പോകാൻ പൈസ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ കറണ്ട് അക്കൗണ്ടിൽ അല്ലാതെ പൈസ എടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഫീച്ചറാണ് ഓവർ ഡ്രാഫ്റ്റ്. അത് ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുക എന്നുള്ളത്. പക്ഷേ പലപ്പോഴും പല കമ്പനീസും ചെയ്യുന്ന അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓവർ ഡ്രാഫ്റ്റിനെ അങ്ങ് അമിതമായി ആശ്രയിക്കാൻ സാധ്യതയുണ്ട്. അതായത് നിങ്ങളുടെ കമ്പനി നടത്തിക്കൊണ്ട് പോകാൻ കാശില്ലാതെ വരുമ്പോൾ നിങ്ങൾ ഓവർ ഡ്രാഫ്റ്റ് എടുക്കുകയും പിന്നെ അടുത്ത മാസം വീണ്ടും നിങ്ങൾക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ പൈസ ഈ ഓവർ ഡ്രാഫ്റ്റ് അടച്ചു തീർക്കുകയും അത് പൈസയെല്ലാം ലാഭമെല്ലാം ഓവർ ഡ്രാഫ്റ്റിൽ അടച്ച് തീർത്തുകൊണ്ട് കാശില്ലാത്തതുകൊണ്ട് വീണ്ടും ഓവർ ഡ്രാഫ്റ്റ് എടുക്കുകയും പിന്നെ അതിൻ്റെ ഇൻട്രസ്റ്റും പ്രിൻസിപ്പളും വീണ്ടും തിരിച്ചിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ലാഭം വരുന്നു, നേരെ ഓവർ ഡ്രാഫ്റ്റിൻ്റെ പലിശയും ഇൻട്രസ്റ്റിലേക്ക് പോകുന്നു, പിന്നെ കാശില്ലാത്തതുകൊണ്ട് വീണ്ടും ഓവർ ഡ്രാഫ്റ്റിന് പൈസ എടുക്കുന്നു. അങ്ങനെ ഓവർ ഡ്രാഫ്റ്റിൻ്റെ ഉള്ളിലേക്ക് പെട്ടുപോകാനുള്ള സാധ്യതയുണ്ട് ബുദ്ധിപൂർവ്വം നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് ഉപയോഗിക്കേണ്ട ഒരു ഫീച്ചറാണ് ഓവർ ഡ്രാഫ്റ്റ്. അത്യാവശ്യം ഘടകങ്ങളിൽ മാത്രം ഉപയോഗിക്കേണ്ടതാണ്. ഈ ഓവർ ഡ്രാഫ്റ്റിൻ്റെ ഒരു കെണി എന്ന് പറയുന്നത് ശരിയാൻ പറ്റില്ല. ഓവർ ഡ്രാഫ്റ്റ് ബുദ്ധിപൂർവ്വം ഉപയോഗിക്കാതെ അങ്ങനെ ഒരു ലൂപ്പിലേക്ക് വീണ് പോകുന്ന ആൾക്കാർ പൊതുവേ കണ്ടുവരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവരുടെ കമ്പനീസിന് ഒരു ക്യാഷ് ഫ്ലോ പ്രോബ്ലം കാണുമായിരിക്കും. അങ്ങനെ ക്യാഷ് മാനേജ് ചെയ്യാൻ പറ്റാത്ത കമ്പനീസിനാണ് സാധാരണ ഈ ഓവർ ഡ്രാഫ്റ്റ് പ്രോബ്ലം വരുന്നത്. ഒന്നുകിൽ ലാഭമില്ലായിരിക്കും, തീരെ ലാഭമില്ല, നഷ്ടത്തിലുള്ള കമ്പനി ആയിരിക്കും. ലാഭം ഉണ്ടെങ്കിലും ചിലപ്പോൾ ക്യാഷ് മാനേജ്മെൻറ്റ് പ്രോബ്ലം ഉണ്ടായിരിക്കും. കാശ് വരുന്ന സമയം അത് ഉപയോഗിക്കുന്ന രീതിയും കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ഓവർ ഡ്രാഫ്റ്റ് എടുത്തിട്ട് പിന്നെ അതിൻ്റെ പ്രിൻസിപ്പൽ ഇൻട്രസ്റ്റ് തിരിച്ചടിച്ച് വീണ്ടും ഓവർ ഡ്രാഫ്റ്റ് എടുത്ത് അങ്ങനെ പോകുന്നുണ്ട്. സോ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ക്യാഷ് ഫ്ലോ മാനേജ്മെൻറ്റ് പ്രോബ്ലം, നിങ്ങൾ കാശ് മേടിക്കുന്നതും ചിലവാക്കുന്നതും അതിൻ്റെ സമയവും അങ്ങനത്തെ കാര്യത്തിലൊക്കെ കുറച്ചുകൂടി ഒരു കൃത്യതയും ഡിസിപ്ലിനും ഉണ്ടാക്കിയെടുക്കുക. അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ക്യാഷ് ഫ്ലോ ഇങ്ങനത്തെ ഓടിയിൽ നിങ്ങൾ തിരിച്ചടയ്ക്കാൻ പറ്റാതിരിക്കുന്ന അവസ്ഥ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഓട്ടോമാറ്റിക്കലി മാറും. അപ്പോൾ ഈ ഓടിയല്ല പലപ്പോഴും ഞാൻ കണ്ടുവരുന്ന പ്രോബ്ലം, ക്യാഷ് ഫ്ലോ മാനേജ്മെൻ്റ് ആണ് പലപ്പോഴും നമ്മളൊരു പ്രോബ്ലമായിട്ട് കണ്ടുവരുന്നത്. അത് പരിഹരിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഓടി പ്രോബ്ലം മാറും. അപ്പം ഇത് ശ്രദ്ധിക്കണം. ക്യാഷ് ഫ്ലോ മാനേജ്മെൻറ്റിനെ കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പറ്റുമെങ്കിൽ അതിൽ ക്യാഷ് ഫ്ലോ നിങ്ങൾക്ക് എങ്ങനെ നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും എന്ന പല ടിപ്സൊക്കെ ഞാൻ തന്നിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഓടി വളരെ നല്ലൊരു ഫീച്ചറാണ്. ശരിക്കും ചെറിയ ബിസിനസ്സിനെ ഒത്തിരി സഹായിക്കുന്ന ഫീച്ചറാണ്. പക്ഷേ ബുദ്ധിപൂർവ്വം നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ക്യാഷ് ഫ്ലോ മാനേജ്മെൻറ്റ് പ്രോബ്ലം റെക്ടിഫൈ ചെയ്യാതെ ഓടി ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പല പ്രശ്നങ്ങൾക്കും വിധേയരാകാൻ സാധ്യതയുണ്ട്.